ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ രേവതിക്ക് നാളെ സ്കൂട്ടി കിട്ടാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ നാളെയാണ് നമ്മുടെ സച്ചി ആ സ്കൂട്ടി മേടിക്കുകയും സ്കൂട്ടി നേരെ ചന്ദ്രോദയത്തേക്ക് കൊണ്ടുവരികയും പിന്നെ പറയാനൊന്നുമില്ല, അവിടെ മൊത്തത്തിൽ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന രംഗങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇന്നലത്തെ വിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എന്നും ഉച്ചയ്ക്കിടുന്ന വിശേഷം നാളത്തെ കഥയാണല്ലോ, പ്രമോ വിശേഷമാണല്ലോ. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അത് ഫുള്ളായിട്ട് വന്നിട്ടില്ല. നമ്മുടെ സച്ചി സ്കൂട്ടി എടുക്കാൻ പോകാൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ ഇന്ന്. അപ്പം സ്കൂട്ടി എടുക്കാൻ പോയിട്ടുമില്ല, ഷോറൂമിലേക്ക് ചെന്നിട്ടില്ല, സ്കൂട്ടിയും കൊണ്ട് നേരെ വീട്ടിലേക്കും ചെന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഭാഗമൊന്നും ഇതുവരെ ആയിട്ടില്ല കേട്ടോ. അപ്പൊ ഞാനിപ്പൊ പറയുമ്പം ഇന്നലെ പറഞ്ഞ ഭാഗം കൂടി കുറച്ച് കയറി വരും. കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക, ഇല്ലാത്തവർ ഇന്നലെ കേട്ടവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ കേട്ടില്ലെങ്കിലും തൽക്കാലം കുഴപ്പമില്ല. ഏതായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ സച്ചി ഇന്ന് സ്കൂട്ടി മേടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ സച്ചി കൂട്ടുകാരനോട് ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മഹേഷിനോടും വേറൊരു കൂട്ടുകാരനോടും ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർക്കും ഭയങ്കര സങ്കടമായി രേവതിയുടെ അവസ്ഥ കണ്ടിട്ട്. അപ്പോഴേക്കാണെങ്കിൽ നമ്മുടെ സച്ചി പറഞ്ഞു, എങ്ങനെയെങ്കിലും അവളെ ഈ അവസ്ഥയിൽ നിന്ന് കൊണ്ടുവന്നേ പറ്റൂ, അവളുടെ ഈ സങ്കടമുള്ള മുഖം എനിക്ക് കാണാൻ വയ്യ, അവൾ എത്ര സന്തോഷത്തോടു കൂടി നടന്നിരുന്നതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ ഇനി ആ പഴയ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അവക്ക് എന്തെങ്കിലും ഒരു ഇത് വേണം. അത് അവക്കറിയാവുന്ന തൊഴിൽ പൂക്കച്ചവടം മാത്രമാണ്, പൂ കെട്ടാനും മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു തൊഴിൽ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരന്മാർ പറഞ്ഞു, നീ ഇനിയിപ്പം വലിയ AC ഒക്കെ വെച്ച് വലിയ പൂക്കടയൊന്നും നടത്താൻ നിൽക്കുമൊന്നും വേണ്ട. കാരണം പൂവൊക്കെ മേടിക്കാൻ വരുന്നവർ സാധാരണക്കാരും ഇപ്പൊ വലിയ പണപ്പെട്ടവര്, പണമുള്ളവരൊക്കെ, വലിയ സാമ്പത്തികം ഉള്ളവരൊക്കെ പൂ മേടിക്കാനായിട്ട് വലിയ AC ഉള്ള പൂക്കടയിലൊന്നും പോകണമെന്നൊന്നുമില്ല, TV ഫ്രിഡ്ജൊക്കെ മേടിക്കുന്നത് പോലെ. ഇതിപ്പം സാധാരണ എല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനമാണ്. ആവശ്യമുള്ള സാധനം ആയതുകൊണ്ട് അനാവശ്യമായിട്ട് ആരും മേടിക്കുന്ന സാധനമല്ല, ആവശ്യത്തിന് മേടിക്കുന്ന സാധനമാണ്. ആഡംബരം കാണിക്കാനോ മേടിക്കുന്ന സാധനമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഇതെവിടെ കിട്ടുന്നോ അങ്ങോട്ടേക്ക് ആവശ്യക്കാർ വരികയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സച്ചി ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഡെലിവറിയുടെ കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നതും. അതിനെക്കുറിച്ചൊക്കെ ഇന്നലെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പൊ അങ്ങനെ നേരെ സച്ചിക്ക് ആ ഒരു ഐഡിയ ആണ് പെട്ടെന്ന് കിട്ടുന്നത്. സ്കൂട്ടി എടുക്കുക, അതിന്റെ പുറകിൽ ഒരു പെട്ടി ഫിറ്റ് ചെയ്യുക, അതിനകത്ത് പൂമാലയൊക്കെ വെച്ച് കൊണ്ട് നടന്ന് വിൽക്കുക. ആവശ്യക്കാർ നമ്മുടെ രേവതിനെ വിളിക്കും, രേവതി അതനുസരിച്ച് ഓർഡർ എടുത്ത് കൊണ്ടു കൊടുക്കും. ഏതായാലും നല്ല രീതിയിൽ തന്നെ കച്ചവടം പോവുകയും ചെയ്യും. അപ്പം ഈ ഒരു തീരുമാനത്തോടു കൂടി നമ്മുടെ സച്ചി നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? ഷോറൂമിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താ ഉണ്ടാകുന്നത്? ഷോറൂമിൽ ചെന്ന് നല്ല ഒരു കളർ രേവതിനെ വിളിച്ച് ചോദിക്കുന്നു. സാരി മേടിക്കാൻ എന്നാ കണ്ടോ പറഞ്ഞത്. അപ്പൊ രേവതിക്ക് ഇഷ്ടപ്പെട്ട കളർ പറയുന്നു. അവിടെ നിന്ന് ഈ ഒരു സ്കൂട്ടി മേടിക്കുന്നു. അപ്പൊ കൂട്ടുകാരന്മാരും കുറച്ച് പൈസ ഒക്കെ കൊടുക്കുന്നുണ്ടേ, അതൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നേ, അതാണ് ഞാൻ ഇന്ന് പറയാത്തത്. അപ്പം അതൊക്കെ മേടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് വന്ന് എല്ലാവർക്കും വലിയൊരു സർപ്രൈസ് കൊടുക്കുകയാണ്. നമ്മുടെ രേവതിക്ക് ഇതിൽ പരം സന്തോഷം വേറുണ്ടോ? രവീന്ദ്രന്, രേവതി, അതുപോലെ വർഷ, ശ്രീകാന്ത്, ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പക്ഷെ അവിടെ സന്തോഷം ഇല്ലാത്ത 3 പേരെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ചന്ദ്രമതിയും ശ്രുതിയും സുധിയാണ്. ഇവർക്ക് എന്താ പറയാ, വൻ തിരിച്ചടി കിട്ടിയ പോലെ ആയിപ്പോയി, ആ ഒരു അവസ്ഥയായിപ്പോയി. എന്താ, നമ്മുടെ ശ്രുതിക്ക് വേണ്ടി തന്നൊരു കുഴി തോണ്ടിയ പോലെ ആയിപ്പോയി. കാരണം ഇത് തിരിച്ചടിക്കുന്നത് ശ്രുതിക്ക് തന്നെയാണ്, വേറൊന്നുമല്ല. അതിനും കാരണമുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ശ്രുതിക്ക് ഇത് തിരിച്ചടിക്കുന്നത്? നമ്മുടെ ശ്രുതിയോട് ശ്രുതി ചെന്ന് പറയാണ്, കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചാണ് രേവതിയും സച്ചിയും സഹിതം ജീവിക്കുന്നത്. അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തും ഒക്കെ അങ്ങനെ പരസ്പരം സഹായിച്ചാണ് ജീവിക്കുന്നത്. നീ എനിക്ക് എന്ത് സഹായമാണ് ചെയ്യുന്നത്? രേവതി പൂക്കടയില് പൂവൊക്കെ വിറ്റിട്ട് നല്ലൊരു പൈസ മുതൽ കൂട്ടി വെച്ചിട്ട് സച്ചിക്ക് കാർ എടുത്തു കൊടുത്തു. ഇപ്പം ദേ തിരിച്ച് രേവതിക്ക് സ്കൂട്ടി എടുത്തു കൊടുത്തു. പക്ഷെ എന്താ നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് ശ്രുതി? നീ എനിക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? നിന്റെ അച്ഛൻ വലിയ പണക്കാരനാണ്, മലേഷ്യക്കാരനാണെന്നൊക്കെ പറയുന്നതല്ലാതെ നീ എനിക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? ഭാര്യയും ഭർത്താവുമായിട്ടുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കണം, പ്രത്യേകിച്ച് ജോലി ഉള്ളവരാകുമ്പം. എനിക്ക് ജോലി ഇല്ലെന്ന് അറിഞ്ഞു കഴിയുമ്പം നീയല്ലേ എന്നെ സഹായിക്കേണ്ടത്. ഞാൻ നിന്നോടൊരു 14 ലക്ഷം രൂപ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നീ എന്നെ എത്രമാത്രം കുറ്റപ്പെടുത്തി. പക്ഷെ കണ്ടില്ലേ, അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിഞ്ഞു കേട്ടാണ് ജീവിക്കുന്നത്.
എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. എനിക്ക് ആരും വഴി വെട്ടിയൊന്നും തരുന്നില്ല അങ്ങോട്ടേക്ക് കയറി പോകാന്. എന്റെ കഴിവുകൾ എന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുക. ഒരു ഭാര്യ എന്ന നിലയിൽ നീയല്ലേ അത് വെളിയിൽ കൊണ്ടുവരേണ്ടത് എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിക്ക് പിന്നെ സമാധാനം കൊടുക്കുവോ ശ്രുതി? ഓ, കാറല്ല, സ്കൂട്ടി എടുത്തോണ്ട് വന്നതും ആരുടെ സമാധാനം പോയി? നമ്മുടെ ശ്രുതിയുടെ സമാധാനം തന്നെയാണ് പോയത്. ഈ പറഞ്ഞ കട കോർപ്പറേഷനിൽ വിളിച്ച് കളഞ്ഞതും ആരാ? നമ്മുടെ ശ്രുതിയാണ്. അപ്പൊ പിന്നെ ശ്രുതിക്ക് ഇത് വേണ്ടേ? ഇതല്ല, ശ്രുതിക്ക് പണി വരുന്നതേ ഉള്ളൂ. പാവപ്പെട്ട നമ്മുടെ രേവതി എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോയേനെ. പക്ഷെ അതൊന്നും സമ്മതിച്ചില്ല. ഈ ചോറിൽ മണ്ണ് വാരി ഇടുന്ന പോലെയാണ് നമ്മുടെ ശ്രുതി കാണിച്ചത്. ഒരിക്കലും ഒരാളുടെ ചോറിൽ മണ്ണ് വാരി ഇട്ട് കഴിഞ്ഞാൽ കർമ്മം എന്ന് പറയുന്ന ഇത് ഉണ്ട്, അത് നമുക്ക് ഏതായാലും തിരിച്ചടിക്കും. അത് ശ്രുതി വിചാരിച്ചില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ചന്ദ്രയ്ക്കോ ഇതിൽ പരം തലവേദന വേറെ ഒന്നുമില്ല. ശ്രുതിനെ ഇങ്ങ് വിളിച്ചിട്ട് നീ എന്താ പറഞ്ഞത്? നീയല്ലേ പറഞ്ഞത് കോർപ്പറേഷൻ വിളിച്ചു കഴിഞ്ഞാൽ അവര് കൊണ്ടുപോകും, അത് കഴിയുമ്പോഴത്തേക്കും അവള് വീട്ടിലിരിക്കും, വീട്ടിലെ ജോലി ചെയ്യും. ഇപ്പൊ എന്തായി ശ്രുതി? ഇപ്പൊ എന്തായി എന്ന് പറഞ്ഞു ശ്രുതിയുടെ മെക്കിട്ട് അവിടെ നമ്മുടെ ചന്ദ്ര കയറുക. ചന്ദ്ര അത്രയും നേരം എന്താണ് ശ്രുതി, നിന്റെ ബുദ്ധി നല്ല കിടിലം ബുദ്ധിയാണ് ശ്രുതി, നീ എന്റെ യഥാർത്ഥ മരുമകള്, നിന്നെ മരുമകളായിട്ട് കിട്ടി ഞാൻ എന്തോ പുണ്യം ചെയ്തിട്ടാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ചന്ദ്ര സ്കൂട്ടി ആയിട്ട് നമ്മുടെ സച്ചി എത്തി കഴിയുമ്പോഴത്തേക്കും ഈ ശ്രുതിയുടെ മണ്ടക്കിട്ട് വീണ്ടും കയറുകയാണ്. അവിടെയും ശ്രുതിക്ക് തിരിച്ചടി. ഇതാണ് പറയുന്നത്, ശ്രുതി തന്നെയാണ് നമ്മുടെ രേവതിക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ആ ഒരു കട കളയാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും പറഞ്ഞു കൊടുത്തതും കളഞ്ഞതും. ചന്ദ്ര അപ്പ കൂടെ നിന്നു. പക്ഷെ ചന്ദ്ര എപ്പോഴും കൂടെ നിൽക്കണമെന്നില്ല. അതും നമ്മുടെ ശ്രുതി വിചാരിച്ചില്ല. അതുകൊണ്ട് ശ്രുതിക്ക് വൻ തിരിച്ചറിയ. ശ്രുതി എന്ന് പറയുന്ന പേരും കള്ളിയാണ്. പേര് അതത്രയും കള്ളത്തരം മറച്ചു വെച്ചിട്ട് വീണ്ടും 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 നമ്മുടെ രേവതിയുടെ മണ്ടക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം വെറുതെ വിടുവോ? ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം വെറുതെ വിടുവോ? ഇല്ല. മേളിൽ ഒരാളിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടെന്ന് നമ്മുടെ ശ്രുതി മറന്നുപോയി. ഇത്രയും അധികം വ്യാഖ്യാനിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം വേറൊന്നുമല്ല, കഥയാണ്. കഥയുടെ രീതി പറഞ്ഞാൽ മതി. എനിക്കറിയാം. പിന്നെ ഞാൻ ഇത്രയധികം വ്യാഖ്യാനിച്ച് പറഞ്ഞ വേറൊന്നും കൊണ്ടുമല്ല. ഞാൻ ഇപ്പം ഇതിന്റെ അപ്പുറത്തേക്ക് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ബാക്കി വിശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ശ്രുതിക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് പറയാൻ വീണ്ടും കഥയില്ലാതെ വരും. പിന്നെ വീണ്ടും ഞാൻ ഇന്നത്തെ കഥ തന്നെ, അതായത് ഇപ്പൊ പറഞ്ഞ കഥ തന്നെ നാളെ പറയേണ്ടി വരും. കാരണം എന്നെക്കാളും മുമ്പിൽ അല്ല കഥ പോകുന്നത്, ഞാനാ മുമ്പിൽ പോകുന്നത്. എന്റെ കഥയാ മുമ്പിൽ പോകുന്നത്. അവിടെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഫുൾ എപ്പിസോഡ് പതുക്കെ പതുക്കെ വരുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുമ്പോൾ കുറച്ച് വേഗത കൂടി പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് ബോറാക്കും. അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ ഒത്തിരി അങ്ങോട്ട് മുന്നേ സീന് കയറ്റി പറയാത്തതേ. വേറൊന്നും തോന്നരുത് കേട്ടോ. നമ്മൾക്ക് കറക്റ്റ് കഥ ഒരു ദിവസം മുമ്പ് അറിഞ്ഞു പോയാൽ പോരെ. ഇനിയിപ്പം മറ്റന്നാളത്തെ കഥ ഇന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ രസം പോകും. നാളെ എനിക്ക് കഥ പറയാൻ കിട്ടത്തുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അല്ലാതെ വെറുതെ ആരും എന്നെ ഒന്നും പറയാൻ പറ്റരുത് കേട്ടോ. അതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ അത്രയ്ക്ക് വ്യാഖ്യാനിച്ചങ്ങ് പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ രേവതിക്ക് ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു, വണ്ടിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. ആ വണ്ടിക്ക് വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇത്രയും നാള് നമ്മുടെ ചന്ദ്രയുടെ പേരല്ലേ വണ്ടിക്ക് ഇട്ടിരുന്നത്? ചന്ദ്ര വണ്ടിക്കല്ല, പൂക്കടക്ക് ഇട്ടിരുന്നത്. ചന്ദ്ര പൂക്കട എന്നാണല്ലോ ഇട്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും കടയ്ക്ക് പേരിട്ടിരുന്നത് ചന്ദ്ര എന്നായിരുന്നു. അത് മാറ്റി ഗ്രീൻലാൻഡ് ആക്കി. നമ്മുടെ സച്ചി വണ്ടിക്ക് പേരിടുന്നത് വേറൊന്നുമല്ല, SR എന്ന. അപ്പം സച്ചിൻ രേവതി വണ്ടിയുടെ പേര് തന്നെ. അതിന് കാരണമുണ്ട്. കാരണം എന്താണ്? നമ്മുടെ ചന്ദ്രയുടെ പേര് ഒന്നാന്തരം ഒരു ബ്യൂട്ടി പാർലറിന് കൊണ്ടിട്ട് ആ ബ്യൂട്ടി പാർലർ പൊട്ടിപ്പോയി. ചന്ദ്രയുടെ പേര് പൂക്കടക്ക് കൊണ്ടിട്ട് പൂക്കടയും പൊട്ടിപ്പോയി. അപ്പൊ പിന്നെ എങ്ങനെ ഇനി നമ്മുടെ ചന്ദ്രയുടെ പേരിടും? എല്ലാം പൊട്ടിപ്പോവല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിയുടെ പുതിയ സ്കൂട്ടി പരിചയപ്പെടുത്തുമ്പം ദേ അച്ഛ കണ്ടോ, പുതിയ പേരാ, SR എന്നാ പേര് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ശ്രുതി ചോദിച്ചത്, അതെന്താടാ അമ്മയുടെ പേര് നീ മാറ്റിയത്? അമ്മയുടെ പേരല്ലായിരുന്നു അതില്, നീ എന്തിനാ അമ്മയുടെ പേര് മാറ്റിയതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ ശ്രുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പുട പൊളിസു, ഇനിയിപ്പം വേണ്ട, അമ്മയുടെ പേരിട്ടതൊക്കെ മതി. അമ്മയുടെ പേര് പോലും ചന്ദ്രമതി, അതെ ചാന്ന് പോലും ഇടാൻ പറ്റത്തില്ല. ആ ഒരവസ്ഥയാ. കണ്ടില്ലേ, നിന്റെ ഭാര്യ ഒരു ബ്യൂട്ടി പാർലർ നടത്തിയിട്ട് എന്താ പറ്റിയത്? അത് മാറ്റി പിന്നെ വേറൊരു പേരിടേണ്ടി വന്നു. ഇപ്പൊ കണ്ടില്ലേ, രേവതിക്ക് ഞാനൊരു പൂക്കട വെച്ചു കൊടുത്തു, അതിന് എൻ്റെ അമ്മയുടെ പേരിട്ടു. അത് ഓപ്പറേഷൻകാർ കൊണ്ടുപോവുകയും ചെയ്തു. നല്ല എണ്ണമുള്ള പേരാ എൻ്റെ അമ്മയുടെ പേര്. അതുകൊണ്ട് ദേവി ചെയ്ത് എൻ്റെ അച്ഛ ഇനി ആ പേരിടാൻ പറയരുത്. എൻ്റെ രേവതിയാ എനിക്ക് ഐശ്വര്യം. അതുകൊണ്ട് രേവതിയുടെ എൻ്റെയും കൂടെ പേര് ഞാൻ ഇട്ടോളാം. അതിന് ആറെന്ന് മാത്രം ഇട്ടാലും കുഴപ്പമില്ല, എൻ്റെ ഇട്ടില്ലേലും കുഴപ്പമില്ല. പക്ഷെ അമ്മയുടെ പേരിടാൻ പറയരുത് അച്ഛ, പറയരുത്, പ്ലീസ് പ്ലീസ്, നീ കാല് പിടിക്കുക, പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രനെ അങ്ങ് നിർത്തി കളിയാക്കുകയാണ് കേട്ടോ. കളിയാക്കി അങ്ങ് കൊല്ലുകയാണ്. ചന്ദ്രയാണെങ്കിൽ എന്നും പറഞ്ഞിങ്ങോട്ട് മാറി നിൽപ്പുണ്ട്.
നമ്മുടെ ശ്രുതിക്കില്ല, വർഷയ്ക്കും ശ്രീകാന്തിനും ഒത്തിരി സന്തോഷമായിട്ടോ. അങ്ങനെ വർഷ പറഞ്ഞു, ഏതായാലും നല്ല തീരുമാനം സച്ചേട്ടനെടുത്ത് ഈ തീരുമാനത്തെ ഞാനും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം ഭാര്യയ്ക്ക് ഒരു നഷ്ടം വന്നപ്പം സച്ചേട്ടൻ ഒരു ലാഭം ഉണ്ടാക്കി കൊടുത്തല്ലോ. ഇങ്ങനെ വേണം ഭാര്യയും ഭർത്താവുമായാൽ. ഇത് കണ്ടുപഠിക്കണം ശ്രീകാന്തേ, കണ്ടോ, നിന്റെ ഏട്ടനെ ഈ വക കാര്യങ്ങൾക്കൊക്കെ നീ കണ്ടുപഠിക്കുന്നത് നല്ലതായിരിക്കും എന്നും കൂടെ പറഞ്ഞു. ഇതോടെ കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് പിന്നെ പറയാനുണ്ടോ? സ്വന്തം ഭർത്താവിന് ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോഴത്തേക്കും ആർക്കാണെങ്കിലും സന്തോഷം വരില്ലേ? നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിനെ ചെന്ന് നേരെ കെട്ടിപ്പിടിച്ച് നമ്മുടെ സച്ചിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഈ കീ പിടിച്ച അച്ഛൻ തന്നെ വേണം ഈ കീ രേവതിയുടെ കൈ കൊടുക്കാനായിട്ട്. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട മോനെ, നീ കൊടുക്ക്. കാരണം നേരത്തെ പൂക്കട വെച്ചപ്പോഴും ഞാനല്ലേ കൊടുത്തതോ. അയ്യോ അച്ഛന്റെ എറണക്കേടൊന്നും അല്ലത്. ഓ, അത് ഈ ചന്ദ്രമതി എന്ന് പേരിട്ടില്ലേ, അതും കൊണ്ട് ഉറപ്പ ആ എറണക്കേട് തന്നെയാണ്. അതുകൊണ്ട് അച്ഛൻ തന്നെ ഐശ്വര്യത്തോടു കൂടി രേവതിക്ക് ഈ സ്കൂട്ടിയുടെ താക്കോല് കൊടുത്തേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ മാറി ഇങ്ങനെ കുത്തി ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോഴത്തേക്കും രവീന്ദ്രൻ, ചന്ദ്രേ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ എന്തിനാ വരുന്നത്? നിന്നോടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അത് പിന്നെ രവിയേട്ട, ഞാൻ എന്തിനാ രവിയേട്ട വരുന്നത്? നീയും കൂടെ വേണം രേവതിക്ക് ഇത് കൊടുക്കാനായിട്ട്. നമ്മളാ രേവതിയുടെ അച്ഛനും അമ്മയും, അറിയാലോ. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് വേണം അവർക്ക് ഇത് കൊടുത്ത് അനുഗ്രഹിക്കാനായിട്ട്. എൻ്റെ പൊന്ന് രവിയേട്ട, എന്നെ അങ്ങ് വിട്ടേരെ, ദേ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോണം എന്നിങ്ങനെ പറഞ്ഞു. മനസ്സോടെ ചന്ദ്രനെ കൊണ്ടുപോയി ആ കീ കൊടുപ്പിക്കുക. നമുക്ക് തോന്നിപ്പോയി, എന്തിന് ചന്ദ്രനെ കൊണ്ടാ കീ കൊടുപ്പിക്കുന്നതാ? വേണ്ടായിരുന്നു, അതിന്റെ കാര്യമില്ലായിരുന്നു രവീന്ദ്രനും വേണം രണ്ടെണ്ണത്തിന്റെ കുറവുണ്ട്. വീണ്ടും ചന്ദ്രനെ കൊണ്ട് ആ കീ കൊടുപ്പിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഏതായാലും ചന്ദ്രനെ കൂടെ കൊണ്ടാ കൊടുപ്പിക്കുന്നത്. അങ്ങനെ രേവതി ആ കീ മേടിക്കുന്നു. നമ്മുടെ രേവതി ആ കീ മേടിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കുന്നു. അപ്പോഴത്തേക്കുമാണ് സച്ചി ചോദിക്കുന്നത്, അല്ല നിനക്ക് സ്കൂട്ടി ഓടിക്കാനൊക്കെ അറിയോ? അല്ലെങ്കിലേ ഞാൻ പഠിപ്പിക്കാം. ആര് പറഞ്ഞിരിക്കും സ്കൂട്ടി ഓടിക്കാൻ അറിയത്തില്ലെന്ന്? അങ്ങ് മാറി ഇന്ന് സച്ചേട്ടാ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി സച്ചിനെ അങ്ങ് മാറ്റിയിട്ട് ആ സ്കൂട്ടി കയറി ഇരുന്നിട്ട് നമ്മുടെ സച്ചിയോട് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു പുറകെ കയറ്റി നമ്മുടെ സച്ചിനെ ഇരുത്തിയിട്ട് ഒരു പറപ്പിക്കലുണ്ട് കേട്ടോ നമ്മുടെ രേവതി. അതും ചന്ദ്രയുടെ സൈഡിൽ കൂടെ ശ്രുതിയുടെ സൈഡിൽ കൂടെ നന്നായിട്ട് കാറ്റ് വീശുന്ന രീതിയിൽ ഒരൊറ്റ പറപ്പിക്കലായിരുന്നു. നല്ല രസമാണ് കേട്ടോ സീനുകളൊക്കെ കാണാനായിട്ട്. നമുക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അടിപൊളി സീനുകളാണ്. അപ്പം മിസ് ചെയ്ത് കളയരുതേ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നിർത്താണ് കേട്ടോ. കാരണം കൂടുതൽ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒത്തിരി സ്പീഡിൽ പോവും. യഥാർത്ഥ വിശേഷം അവിടെ നിന്ന് പതുക്കെ വരുവുള്ളൂ. അതായത് നമ്മുടെ ടെലികാസ്റ്റ് ചെയ്ത വിശേഷം പതുക്കെ വരുവുള്ളൂ. അപ്പം പിന്നെ അതിൻ്റെ കാര്യമില്ലല്ലോ. അപ്പം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. ദേ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകാറായിട്ടോ നമുക്ക്. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പേരും കൂടെ, ഒരു 1500 പേരും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകും. അപ്പം ഞാനൊരു ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ സത്യത്തിൽ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയായിരുന്നു. ഞാൻ നിങ്ങളെയൊക്കെ കാണിച്ചു തന്നായിരുന്നല്ലോ. കണ്ടില്ലേ നിങ്ങളൊക്കെ? നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കിട്ടിയപ്പോഴാണ് സാധാരണ എല്ലാവരും ഈ കേക്കൊക്കെ മുറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ കേക്കൊക്കെ മുറിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ 1 സബ്സ്ക്രൈബേഴ്സ് ആയപ്പം 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പം കേക്ക് മുറിക്കണോ വേണ്ടോ എന്നൊക്കെ ഓർത്തിട്ട് വേണ്ട, എന്തിനാ ചുമ്മാ ആഡംബരം, കേക്കൊക്കെ മുറിക്കണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമ്മൾ കേക്ക് മുറിച്ചില്ലെങ്കിൽ നമ്മൾ യൂട്യൂബിനോട് ചെയ്യുന്ന വലിയൊരു ചതിയായി പോകില്ലേ അത്? കാരണം എൻ്റെ ജീവിതം ഇപ്പം യൂട്യൂബാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ യൂട്യൂബിനെ ബഹുമാനിച്ചില്ല, പിന്നെ വേറെ ആരെയാണ് ബഹുമാനിക്കുന്നത്? അതുകൊണ്ട് ഞാനൊരു അടിപൊളി കേക്കൊക്കെ മേടിച്ച് മുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 1500 പേരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു ചെറിയ ആഘോഷമായിട്ട് അങ്ങ് കൊണ്ടുപോകാം നമ്മുടെ ചാനലെ. അപ്പം വേറെ ഒന്നും കൊണ്ടും അല്ല കേട്ടോ, എനിക്ക് എൻ്റെ ഈ ചാനൽ ദൈവം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് ഈ പൊസിഷനിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെയായിട്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബ് കൊണ്ട് മാത്രമാണ് കേട്ടോ, വേറെ ആരുടെയും സഹായത്താലല്ല, ഈ യൂട്യൂബിൻ്റെ സഹായത്താലാണ്. പിന്നെ ഇതിൻ്റെ പിന്നിൽ എന്നെ സഹായിച്ചവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എനിക്ക് ഇത്രയും വരെ സബ്സ്ക്രൈബേഴ്സ് ആകാനും കാരണം ഞാനാണ്. അതിന് വേറെ ആരും സഹായിച്ചിട്ടില്ല എങ്കിലും ഈ യൂട്യൂബിൽ വരാനും അതുപോലെ ഇങ്ങനെ ഒരു ഇത് തോന്നാനും ഒക്കെ കാരണക്കാര് ഒരാളുണ്ട് കേട്ടോ. അത് എൻ്റെ ചേച്ചിയാണ്. ചേച്ചി കാരണമാണ് ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ യൂട്യൂബ് തുടങ്ങാൻ കാരണക്കാരി ആയത്. ഇങ്ങനെ തുടങ്ങിയതൊക്കെ ചേച്ചി കാരണമാണ് കേട്ടോ. അപ്പം അവളോടുള്ള കടപ്പാട് ഒരിക്കലും തീരില്ല. അതിൻ്റെ ചേച്ചി മാത്രം കാരണമാണ് കേട്ടോ. കാരണം അവള് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് തുടങ്ങി തന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഒന്നുമല്ലാണ്ടായി പോയേനെ. വെറും ഒരു വീട്ടമ്മയായിട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടിയേനെ.
അപ്പം ആ ഒരു അവസ്ഥയാണ് നമുക്ക്. അപ്പം ഈ ഒരു അവസ്ഥയിൽ ഞാൻ എത്താൻ കാരണം, ഈ ഒരു അവസ്ഥ എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ഒരു ഇത്രയും എത്താൻ കാരണം, ഇത്രയും നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കാരണം എൻ്റെ യൂട്യൂബ് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ മുറിക്കാൻ വെച്ച് ബോറായി പോയെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ എല്ലാ ജീവിതകഥ ഇവിടുത്തെ ഒന്ന് വിളമ്പേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഓക്കെ, ഞാൻ പോവാട്ടോ. ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.